ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മുടെ കുഞ്ഞമ്പാടിയുടെ ബർത്ത്ഡേ ഫംഗ്ഷനാണ് കേട്ടോ നടക്കുന്നത്. ബർത്ത്ഡേ കഴിഞ്ഞു കേട്ടോ. ഈ ഫംഗ്ഷനായിട്ട് നമ്മൾ ആഗസ്റ്റ് 17 സൺഡേ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. വൈകിട്ട് ഒരു റിസപ്ഷൻ മോഡലിലാണ് നമ്മൾ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലെ തന്നെ മാപ്സ് റെസിഡൻസിയിലായിരുന്നു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ അപ്പൂൻ്റെ അമ്മ വർക്ക് ചെയ്യുന്നത് അവിടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടെ തന്നെയാണ് ഫംഗ്ഷന് വെച്ചിട്ടുള്ളത് കേട്ടോ. 4 മണി മുതൽ 7 മണി വരെ ആയിരുന്നു നമ്മുടെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ആൾക്കാരൊക്കെ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ചിന്നും ചിക്കും മിന്നും മേടത്തിയമ്മയും എല്ലാവരും ഇത് അവിടെ ഉണ്ട്. അങ്ങനെ കുറച്ച് പേരൊക്കെ വരുന്നുണ്ട്, കുറച്ച് പേരൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെതായ തിരക്കായ കാരണം കിട്ടുന്ന ക്ലിപ്പുകളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അജു, ഏട്ടൻ്റെ കുട്ടിയാണ് കേട്ടോ. അവൻ ഭയങ്കര ഹാപ്പിയാണ്. യൂട്യൂബൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ കൂടിയിട്ട് നടക്കണം. എന്നോട് യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ജയമായി അവിടെ നിന്ന് ഹായ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് ഗോപുട്ടിയുടെ അമ്മ. കുറേ പേരൊക്കെ ഇങ്ങനെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അമ്മയും വല്യമ്മയും കൂടിയിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ കാര്യമൊക്കെയാണ് അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ, ചാനലുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ വല്യമ്മയ്ക്ക് അതൊക്കെ ഞാനെടുത്ത് കാണിച്ചു കൊടുത്തു. പുറത്ത് ഇതാ കിളി നല്ല കളിയാണ് അങ്ങോട്ടൊക്കെ പോയിട്ട്. അപ്പത്തിന് വീണ്ടും വന്നിട്ടോ. അവിടെ വെൽക്കം ഡ്രിങ്ക് കൊടുക്കുന്ന ഇതാണ് കേട്ടോ. അതാണ് അവിടെ കുറച്ച് തിരക്ക്. ഇപ്പം നമ്മുടെ ബർത്ത്ഡേ ബോയ്, നമ്മുടെ ഹീറോ വരുന്നുണ്ട്. ഹീറോൻ്റെ എൻട്രി നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഉള്ള കാഴ്ചകൾ കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ അപ്പൂൻ്റെ അനിയൻ, കുഞ്ചെന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കും. വിമൽ എന്നാണ് കേട്ടോ പേര്. അപ്പോൾ അവൻ കേക്കൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കൊണ്ടു കൊടുക്കുകയാണ്. ഇവരെല്ലാവരും ഉണ്ണിമോളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ് കേട്ടോ, റെയിൽവേയിൽ ഉള്ളവരാണ്. ഇവരൊക്കെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷം നമുക്ക് അവരെ വീണ്ടും കണ്ടതിലൊക്കെ. അപ്പോൾ അവൾ ഭയങ്കര ഒരു ഇമോഷൻ ആവണൊക്കെ ഉണ്ട് കേട്ടോ അടുത്തൊരു ഭാഗത്ത്. ഇത് അപ്പൂന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണ് കേട്ടോ. അവൻ മിസ്റ്റർ ലൈറ്റ് എന്നുള്ള കമ്പനിയിൽ ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് കുഞ്ഞോന് ഗിഫ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ കൂടെ കാണാം കേട്ടോ.
നാട്ടിലെ അവന്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അവര് കൊണ്ടുവന്ന് ഗിഫ്റ്റും കപ്സൊക്കെ അൺബോക്സ് ചെയ്താണ്. ഇതാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രസാദമായിട്ട് തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഫോട്ടോ പ്രിന്റ് കഴിഞ്ഞുള്ള ഷോപ്പ് ഉണ്ടാവുന്നത് ഞങ്ങളെ ഫേവറേറ്റ് എടുത്തിട്ടുണ്ടായിരുന്ന ഏട്ടൻ തന്നെയാണ്. ഞങ്ങളുടെ ഫോട്ടോസൊക്കെ അവർ തന്നെ എടുക്കാറുള്ളത്. എപ്പോഴും അവർ തന്നെ ഞങ്ങൾ വിളിക്കാറ്. ആ ഏട്ടനാണ് ട്രെയിൻ നിൽക്കുന്നത്. ഇത് ഞങ്ങളുടെ പാപ്പന്മാരാണ് കേട്ടോ. അപ്പൊ കുട്ടീനെ കിട്ടിയപ്പോ രണ്ട് അച്ഛന്മാരും ഇരുന്ന് കളിപ്പിക്കുകയാണ് കേട്ടോ. കുറേ നേരം കുഞ്ഞുവിന്റെ കൂടെ അവര് കളിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു. ഞങ്ങളിത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളിതാ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. അങ്ങനെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മാപ്പിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പൊ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഗിഫ്റ്റുകളൊക്കെ ഞങ്ങൾ തുറന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. ഇനി ഒരുപാട് ഗിഫ്റ്റുകൾ അപ്പുറത്തിരിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് എടുത്തിട്ട് വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് വീണ്ടും കുഞ്ഞു ബേബിയും കുഞ്ഞുമോളും അമ്മയും കൂടിയിട്ട് മംഗലാപുരത്തേക്ക് പോവുകയാണ്. ഈ ഒരു നിമിഷം നമുക്ക് ഭയങ്കര വൈകാരികമായ നിമിഷമായി. 2-3 ദിവസം നമ്മുടെ കൂടെ എപ്പോഴും ചിരിച്ചും കളിച്ചുണ്ടായിട്ട് പിന്നെ അങ്ങോട്ട് പോകുന്നു പറയുമ്പോൾ നമുക്ക് 2 പേർക്കും വിഷമമുള്ള കാര്യം. കൂടുതൽ സമയം നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കരഞ്ഞു പോകും. നമുക്ക് അത്രയും വിഷമമായി അങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ. ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ കാണാം കേട്ടോ. ഇതാണ് കുഞ്ഞു ബേബിയുടെ കോസ്റ്റ്യൂം ഉണ്ടായിരുന്നത്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവർ 2 പേരും ഇങ്ങനെ വൈറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞാനും ഏട്ടനും ഇട്ടിരുന്ന ഈ ഒരു ഡ്രസ്സായിരുന്നു. ഇത് അവൾ വാങ്ങി തന്ന ഡ്രസ്സാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. കുഞ്ഞു ബേബിയുടെ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ അടിപൊളിയായി.